അപ്പോൾ അങ്ങനെ 1513 നവോദയയിലും അതുപോലെ 1465 KVയിലും കൂടെ ആകുമ്പോഴത്തേക്ക് ഏകദേശം എത്ര 3000-ഓളം വേക്കൻസികളാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത് PGTക്ക് 2 കാറ്റഗറി ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അതിൽ 300 നമ്മുടെ മലയാളികൾ അടിച്ചെടുക്കണം. മക്കളെ, ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ കേന്ദ്രീയ വിദ്യാലയം അതുപോലെ നമ്മുടെ ജവഹർ നവോദയ സ്കൂളുകളിലേക്കുള്ള വിജ്ഞാപനം വന്നു കഴിഞ്ഞു. അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു വിജ്ഞാപനമാണ്. ടീച്ചിങ് എക്സാമിനേഷൻ മേഖലയിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും PGT അതുപോലെ TGT ഈ 2 പോസ്റ്റിലും പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ നോർമലി നമ്മുടെ ടീച്ചിങ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കും നേരത്തെ ലിസ്റ്റിലൊക്കെ വന്ന ആൾക്കാർക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള അപ്പർ ഹാൻഡ് നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു പരീക്ഷാ പാറ്റേൺ കൂടെ വന്നേക്കുകയാണ്. അതായത് ഇന്ന് നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി അതിനകത്ത് മുകളിൽ വരാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് പറയുമ്പോൾ ടയർ 1 ആൻഡ് ടയർ 2 എന്ന രീതിയിലാണ് ഈ പരീക്ഷ നടക്കാൻ പോകുന്നത്. ടയർ 1ന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ പഠിച്ച സ്പെസിഫിക് സിലബസ് ഒന്നുമില്ല എന്നുള്ളതാണ്. നമ്മുടെ PSCയുടെ പ്രിലിംസ് പരീക്ഷ പോലെ തന്നെയുള്ളൊരു പരീക്ഷയാണ് ടയർ 1 പരീക്ഷ. അപ്പോൾ അതിനുവേണ്ടി പഠിച്ച് പാസ്സായാൽ മാത്രമേ സംഭവം നടക്കത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് അതിൻ്റെ ഫസ്റ്റ് സെലക്ഷൻ മെത്തേഡ് ഇങ്ങനെയാണ്. നമുക്ക് 1:10 എന്നുള്ള രീതിയിലാണ് ടയർ 1 ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്ക് അഡ്വാൻറ്റേജ് കിട്ടാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു PGയും B.Edും ഉള്ള ഒരാളാണ്, നിങ്ങൾ നോർമൽ PSCക്ക് SSCക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് കിട്ടുമെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. എന്തായാലും നിങ്ങൾ ടീച്ചിങ് എക്സാംസിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാർ എല്ലാവരും ഈ ടയർ 1 പാസ് ആയാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ പ്രാവശ്യം നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. സാധാരണ PGT അല്ലെങ്കിൽ TGT എക്സാമിനേഷൻ നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരുന്നതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഹിന്ദി മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം, അല്ലെ, ഹിന്ദി ഒരു പേപ്പറായിട്ട് ഉണ്ടായെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അതൊക്കെ ഹിന്ദി ലാംഗ്വേജ് മണ്ടേറ്ററി അല്ലാതാക്കി. അതുപോലെ അതിൻ്റെ സ്ഥാനത്ത് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസ് 12 എണ്ണം കൃത്യമായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മലയാളവും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മളെ ഒരുപാട് ആൾക്കാർ ഇതിൽ പഠിക്കാതെ പിന്നോട്ട് വന്നതിൻ്റെ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഹിന്ദി മസ്റ്റാണെന്നുള്ള കാര്യമായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് അത്തരത്തിൽ ഒരു നോർത്ത് ഇന്ത്യൻസിൽ ഒരിക്കലും ഒരു അപ്പർ ഹാൻഡ് കിട്ടാത്ത തരത്തിൽ തന്നെ, അല്ലേ, നേരത്തെ അങ്ങനെ അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കുന്ന തരത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കാര്യം എന്താ, നമുക്ക് എന്താണ് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് രീതിയിൽ 12 ലാംഗ്വേജസ് കൊടുക്കണം. നമ്മൾ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമുക്ക് മലയാളം പഠിച്ച് എഴുതാവുന്നതാണ്. മാത്രമല്ല നമുക്ക് 2 ടയർ എക്സാമിനേഷൻ നേരത്തെ പറഞ്ഞു. എന്താണ് 2 ടയറാണ്. ഫസ്റ്റ് ടയർ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ സിലബസും അതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ, അല്ലേ, മെന്റൽ എബിലിറ്റി അടക്കം, ഇംഗ്ലീഷ് അടക്കം, അതുപോലെ IT അടക്കമുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഫസ്റ്റ് ടയർ പാസ്സാവുക എന്നുള്ളതാണ്. പാസ്സായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മുന്നോട്ട് രണ്ടാമത്തെ സെക്കൻഡ് ടയർ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടുത്തെ സെലക്ഷനോട് നിങ്ങളൊന്ന് ആലോചിച്ചോളാം. ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്, അതിൽ 10 പേര്, അല്ലെ, ഒരു വേക്കൻസിക്ക് 1:10 എന്ന അനുപാതത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആൾക്കാരെ ഫസ്റ്റ് ടയർ എക്സാമിനേഷൻ പാസ്സാക്കുന്നത് കേട്ടോ. അത് നമ്മൾ ഓർത്ത് വെച്ചേക്കുക. അതുപോലെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് CTET, അല്ലെ, CTET നമ്മുടെ കേരള ഗവൺമെന്റ് പരീക്ഷകളിലൊക്കെ പ്രധാനമായിട്ട് നമുക്ക് സെറ്റ് ഈ എലിജിബിലിറ്റി ടെസ്റ്റുകളാണ് നമുക്ക് പലപ്പോഴും എന്താണ് ഒരു ബാരിയർ ആയിട്ട് തോന്നുന്നതും നിൽക്കുന്നതും ഒക്കെ. ഇവിടെ എന്താണ് PGTയിൽ നമുക്ക് എന്ത് വേണ്ട, CTET വേണ്ട എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഒരുപാട് വേക്കൻസികളും PGT വരുന്നത്. അവിടെ നിങ്ങൾക്ക് എന്ത് മതി, മാസ്റ്റേഴ്സും അതിനോടൊപ്പം B.Ed ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. അതെല്ലാം വിശദമായിട്ട് ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ എന്താണ് ബൈലിംഗ്വൽ എക്സാമിനേഷൻ ആണ്. എന്താണ് 2 ഭാഷയിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാം. നേരത്തെ ആണെങ്കിൽ ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ അങ്ങനെ 2 ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്താണ് നിങ്ങൾ ഏത് ഭാഷയാണോ ഓപ്റ്റ് ചെയ്യുന്നത്, മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജിനകത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഒരിക്കൽ കൊടുക്കുന്ന ഭാഷ പിന്നെ രണ്ടാമത് മാറ്റി കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ഒരിക്കൽ ഭാഷ സെലക്ട് ചെയ്താലും മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഭാഷ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലും കൂടെ എന്ത് ചെയ്യാൻ പരീക്ഷ എഴുതാൻ പറ്റും എന്നുള്ള പ്രധാനപ്പെട്ട പ്രത്യേകത 4 പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ്റെ. ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാം. അപ്പോൾ എത്രടാ, 3 എബ്രോഡ് KVs അടക്കം നമുക്ക് എത്ര 1288 KVs ആണുള്ളത്. നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ ആമുഖത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് ആണ് പറയുന്നത്. അതുപോലെ ഇത്രയും സ്ഥാപനങ്ങളിൽ കേരളത്തിൽ ഒത്തിരി KVs ഉണ്ടല്ലേ. അതുപോലെ ജവഹർ നവോദയ വിദ്യാലയം നമുക്കുണ്ട് കേരളത്തിൽ. അത് 653 എണ്ണമാണ്. എത്രയാണ്, 653 എണ്ണം. ഈ 3 സ്ഥാപനങ്ങളിലേക്കാണ് നമുക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നത് ഈ 14-ാം തീയതി നവംബർ 14-നാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അപേക്ഷ കൊടുക്കേണ്ട പ്രധാനപ്പെട്ട വെബ്സൈറ്റ് ഏതൊക്കെയാണ്, ഈ www.cbsc.gov.in. ഇപ്പോൾ 2 പരീക്ഷകൾക്കും, അതായത് നമുക്ക് KVക്കും അതുപോലെ നവോദയയ്ക്കും കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് ഈ പരീക്ഷ വിളിച്ചിരിക്കുന്നത് കേട്ടോ. കമ്പൈൻഡ് ആയിട്ട് ഒറ്റ പരീക്ഷയായി നടക്കാൻ സാധ്യതയുള്ളത്. പരീക്ഷ നടത്തുന്ന CBSE ആണ്.
ഓക്കെ. അപ്പോൾ ഈ 3 വെബ്സൈറ്റ് ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ രണ്ടിനും കൂടെ മാറ്റി കൊടുക്കേണ്ട, അതായത് നമ്മൾ KVയിലോട്ടും അതുപോലെ നവോദയയിലും പ്രത്യേകം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അപേക്ഷ കൊടുക്കുന്ന എങ്ങനെ വിശദമായിട്ട് എങ്ങനെയെന്നുള്ള കാര്യത്തിനെ കുറിച്ച് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം വരും കേട്ടോ. നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട മക്കളെ, ഡിസംബർ 4 ആപ്ലിക്കേഷൻ നമുക്ക് 14 തീയതി തൊട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഡിസംബർ 4 വരെ നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഏജ് ലിമിറ്റിനാണെങ്കിലും ക്വാളിഫിക്കേഷൻ്റെ ഒക്കെ എല്ലാ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് സംശയം ചോദിക്കുന്നതാണ്, എനിക്ക് BEdന്റെ സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല, റിസൾട്ട് വന്നിട്ടേ ഉള്ളൂ അല്ലേ, അങ്ങനെ എൻ്റെ ലാസ്റ്റ് ഇത്രയുള്ള കാര്യങ്ങൾ, ക്വാളിഫിക്കേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ. ക്വാളിഫിക്കേഷൻ നിങ്ങൾ അറ്റൈൻ ചെയ്യണ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഡിസംബർ 4 കേട്ടോ. ഡിസംബർ 4 മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്തിരിക്കണം, നിർബന്ധമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രധാനപ്പെട്ട കീ ടേക്ക് അവേസ്. വെബ്സൈറ്റ് നിങ്ങൾ മറക്കണ്ട, വെബ്സൈറ്റ് കൃത്യമായി നോട്ട് ഡൗൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അപേക്ഷ കൊടുക്കാം. ഇനി നമ്മൾ നോക്കുന്നത് PGT ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ആണ്. അതായത് KVയിലേക്കുള്ള കേന്ദ്രീയ വിദ്യാലയത്തിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനുള്ള വേക്കൻസിയാണ് നോക്കുന്നത്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് PSC ആണെങ്കിൽ പിന്നെ റൊട്ടേഷൻ ചാർട്ടൊക്കെ നോക്കി നമുക്ക് ഭ്രാന്ത് കയറും അല്ലേ. അൺറിസർവ്ഡ് 52 അല്ലേ. അതുപോലെ എന്താണ് EWSന് മാറ്റി വെച്ചിട്ടുണ്ട്. OBCയിലെ നോൺ ക്രീമിലെ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. OBC കാറ്റഗറി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 1 വർഷത്തിനുള്ളിലുള്ള നോൺ ക്രീമിലെ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതും കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ OBCയിൽ നോൺ ക്രീമിലറിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ജനറൽ എന്നല്ലെങ്കിൽ അൺറിസർവ്ഡ് തന്നെ മാർക്ക് ചെയ്ത് മുന്നോട്ട് പോകണം. അത് പ്രത്യേക നോട്ടിഫിക്കേഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൺറിസർവ്ഡ്, EWS, OBC, നോൺ ക്രീമിലെയർ, SC ST ഇത്രയും ഇങ്ങനെ ഡിവിഷൻ കൊടുത്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു പോസ്റ്റിന്റെ എണ്ണം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ ഒരു സംശയത്തിന്റെ ആവശ്യം വരുന്നില്ല അല്ലേ. അപ്പോൾ ഹിന്ദി മൊത്തം 32, മൊത്തം പോസ്റ്റ് 124 ടോട്ടൽ പോസ്റ്റ് ഹിന്ദിയുടെ 124. അതുപോലെ ഇംഗ്ലീഷ് വരുമ്പോഴത്തേക്ക് നമുക്ക് മൊത്തം എത്രയാണ്, 164 വേക്കൻസികൾ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ പിന്നെ വരുന്ന ഫിസിക്സിൽ 213, കെമിസ്ട്രി വരുമ്പോഴത്തേക്ക് 204 വേക്കൻസി. ഇത് ഇന്ത്യ ഒട്ടാകെയുള്ള വേക്കൻസികളാണ് കേട്ടോ. അതുപോലെ മാത്തമാറ്റിക്സ് എടുക്കുമ്പോഴത്തേക്ക് 80 വേക്കൻസിയാണുള്ളത്. അതുപോലെ ബയോളജി 127, ഹിസ്റ്ററി 175, അതുപോലെ ജിയോഗ്രഫി 173 വേക്കൻസികളുണ്ട്. അതുപോലെ എക്കണോമിക്സ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 129 വേക്കൻസികളുണ്ട്. കൊമേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് 96 വേക്കൻസിയാണുള്ളത് കേട്ടോ. നമ്മുടെ സഹകാരിയിൽ നമുക്ക് PGT കൊമേഴ്സിൻ്റെ നമുക്ക് എന്താണ് ടയർ 1 ടയർ 2 പരിശീലനം ഉണ്ടായിരിക്കും. അതുപോലെ എക്കണോമിക്സിൻ്റെയും ടയർ 1 ടയർ 2 പരിശീലനം ഉണ്ടായിരിക്കും. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് 176 വേക്കൻസികളാണുള്ളത്. അതുപോലെ ബയോടെക്നോളജി എത്ര 4 വേക്കൻസികളാണുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും വേക്കൻസികളാണ്, മൊത്തം 1465 വേക്കൻസികളാണ് PGT ഇൻ KVs അല്ലേ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇൻ KVs വിളിച്ചിരിക്കുന്നത്. ഇത്രയും വേക്കൻസിയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് സഹകാരിയിൽ വരുന്ന ഒരു കോച്ചിങ്ങിൻ്റെ രീതി നിങ്ങൾക്ക് ആൾറെഡി സഹകാരി HST പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഈ വെബിനാർ സെഷൻ പങ്കെടുത്തതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പാടുള്ളൂ കേട്ടോ. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു രീതി ഉണ്ടായിരിക്കും, നമ്മുടെ എക്സാം പാറ്റേൺ, അതുപോലെ നമ്മുടെ ഈ ക്ലാസ് എടുക്കുന്ന രീതി, അതുപോലെ നിങ്ങൾക്ക് കുറേ ഡെഡ് ലൈൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ കൃത്യമായിട്ട് ഡെയിലി ഈ വർക്ക് ചെയ്തു പോകുന്നു ഉറപ്പാക്കാനുള്ള കുറേ ഡെഡ് ലൈൻസ് ഉണ്ടായിരിക്കും. എപ്പോഴും സഹകാരിയുടെ പാറ്റേണിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, കണ്ടന്റ് ആൻഡ് പാറ്റേൺ. അപ്പോൾ ആ 2 കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയോട് കൂടി മാത്രമേ വരാവൂ. ടയർ 1 അതായത് നമ്മൾ ഏത് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ടയർ 1 നോക്കിയാൽ ടയർ 1 കോച്ചിങ് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ടയർ 2 നമുക്കുള്ള പ്രധാനമായിട്ട് എക്കണോമിക്സും അതുപോലെ കൊമേഴ്സും മാത്രമാണ് ടയർ 2 ഉണ്ടാവുക. അപ്പോൾ ടയർ 1 വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായി പഠിക്കുക. കാര്യം ടയർ 1 ടൈറ്റ് എക്സാം തന്നെയാണ്, എക്സാം അല്ല, നല്ല മത്സരം നടക്കും. ഇപ്പോൾ നോക്കടാ, ഇത്രയേ ഉള്ളൂ, 1465 വേക്കൻസിയാണ് നമുക്ക് ഇവിടെ മൊത്തത്തിലുള്ളത്. പോട്ടെ, സപ്പോസ് കൊമേഴ്സിന് 96 വേക്കൻസി ആണെന്ന് വെച്ചോ, 96 വേക്കൻസി അതിൻ്റെ ഇൻറ്റു 10 ആണ് നമുക്ക് എന്ത് വരാം. അപ്പോൾ 960 പേര് മാത്രമേ ടയർ 1 പരീക്ഷ പാസ്സാവുള്ളൂ. മനസ്സിലാക്കണം നിങ്ങൾ, 960 പേര് ഇൻറ്റു 10 ആണ് പാസ്സാവുക കേട്ടോ. അപ്പോൾ ടയർ 2 വരുമ്പോഴത്തേക്കും പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ട് ടയർ 1 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടയർ 1 പാസ്സായാൽ തന്നെ നമ്മൾ പകുതി അല്ലെങ്കിൽ ഒരു എന്താ പറയുക നല്ലൊരു പെർസെൻറ്റേജ് നമുക്ക് കിട്ടുമെന്നൊരു ഉറപ്പിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ടയർ 1 നന്നായിട്ട് പഠിച്ചേ പറ്റൂ, വേറെ നിവൃത്തിയില്ല. ഓക്കെ, അതുപോലെ PGT ജവഹർ നവോദയ വിദ്യാലയങ്ങളിലെ PGT ആണ് നോക്കുന്നത്. അവിടെ ഹിന്ദി മൊത്തത്തിൽ നമുക്ക് എത്രടാ 127 വേക്കൻസി, ഇംഗ്ലീഷിന് 146 വേക്കൻസികൾ വരുന്നുണ്ട്. അതുപോലെ ഫിസിക്സിന് 186 വേക്കൻസി വരുന്നുണ്ട്. അതുപോലെ കെമിസ്ട്രിക്ക് 121 വേക്കൻസികൾ വരുന്നുണ്ട്. അതുപോലെ മാത്തമാറ്റിക്സ് എടുക്കുമ്പോൾ 167 വേക്കൻസികൾ വരുന്നുണ്ട്. അതുപോലെ ബയോളജി എടുക്കുമ്പോൾ 161 വേക്കൻസി വരുന്നുണ്ട്. 110 വേക്കൻസി ഹിസ്റ്ററിക്ക്, 106 വേക്കൻസി ജിയോഗ്രഫിക്ക്, 148 വേക്കൻസി എക്കണോമിക്സിന്, 43 വേക്കൻസി കൊമേഴ്സിന്, അതുപോലെ 135 വേക്കൻസി കമ്പ്യൂട്ടർ സയൻസിന്, 61 വേക്കൻസി ഫിസിക്കൽ എഡ്യൂക്കേഷന്, മെയിലിനോ ഫീമെയിലിനോ അപേക്ഷിക്കാം. ഈ മെയിലിൻ്റെ ഫീമെയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ നവോദയ വിദ്യാലയത്തിൽ നമുക്കറിയാം ഇതൊരു റെസിഡൻഷ്യൽ സ്കൂളാണല്ലേ.
റെസിഡൻഷ്യൽ സ്കൂളാണ്. അത് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ താമസിച്ചാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നവോദയയിലേക്ക് ജോലി നോക്കുന്ന ആൾക്കാരെ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം, നിങ്ങൾ നവോദയയിൽ താമസിച്ച് തന്നെ ജോലി ചെയ്യേണ്ടി വരും കേട്ടോ. അതിനകത്ത് ഒരു സംശയം വേണ്ട. നമുക്ക് ലീവ് കിട്ടുമ്പോൾ മാത്രമേ വീടുകളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ വീട്ടിൽ പോകാൻ പറ്റും. നമ്മുടെ ഊണും ഉറക്കവും ഒക്കെ നവോദയ തന്നെ ആയിരിക്കും. അത് നെഗറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ നമുക്ക് ലേഡീസിന് ഒരുപാട് റിലാക്സേഷൻ, ഏജ് റിലാക്സേഷൻ്റെ കാര്യം ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞില്ല. വലിയ ഏജ് റിലാക്സേഷനാണ് ലേഡീസിന് കിട്ടുന്നത്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് 40 വയസ്സ് വരെ PGT വരിക. അവിടെ നമുക്ക് 10 വർഷം കൂടുതൽ ലേഡീസിന് ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. കാര്യം വേറെ ഒന്നുമില്ലടാ, നവോദയയിലേക്കുള്ള കുട്ടികളുടെ റിക്രൂട്ട്മെന്റിന് തന്നെ അതിന് പ്രത്യേക ഒരു അനുപാതമുണ്ട്. കാര്യം 3:1 എന്നൊരു അനുപാതത്തിലാണ്. കാര്യം 3 പെൺകുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുമ്പോൾ മാത്രമേ ഒരു ആൺകുട്ടിക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നോർമലി അവിടെ പെൺകുട്ടികളുടെ ബാഹുല്യം ഉണ്ടായിരിക്കും നവോദയയിൽ, അത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആ കുട്ടി അതിന് ആനുപാതികമായിട്ട് തന്നെ സെലക്ഷൻ വരണമെന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി വേറെ എക്സ്ട്രാ റിസർവേഷൻ ലേഡീസിന് വന്നിട്ടില്ല, പക്ഷേ ഏജ് റിലാക്സേഷൻ വലുതായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. നോർമലി നമുക്ക് ലിസ്റ്റിൽ ലേഡീസാണ് കൂടുതൽ ടീച്ചിങ്ങിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു അനുപാതം നിലനിർത്താനും കൂടെ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള റിലാക്സേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇത്രയാണ് നമ്മുടെ PGT ഇൻ ജവഹർ നവോദയ വിദ്യാലയം. എത്രയുടെ മൊത്തം 1513 വേക്കൻസിയിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 1513 നവോദയയിലും അതുപോലെ 1465 KVയിലും കൂടെ ആകുമ്പോഴത്തേക്ക് ഏകദേശം എത്ര 3000-ഓളം വേക്കൻസികളാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത് PGTക്ക് 2 കാറ്റഗറി ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അതിൽ 300 എണ്ണം നമ്മുടെ മലയാളിയിൽ അടിച്ചെടുക്കണം. ഓക്കെ, അതുപോലെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ക്വാളിഫിക്കേഷൻ നമുക്ക് എന്താണ്, ഇന്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഉണ്ട്. അതായത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചിങ് എഡ്യൂക്കേഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഇന്റഗ്രേറ്റഡ് കോഴ്സ്, അതായത് BEdും അതുപോലെ PGയും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന കോഴ്സ് ഉണ്ട്. അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം. എത്ര 50% മാർക്കുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രിയും അതിനോടൊപ്പം എന്ത് വേണം, BEdും കൂടെ മതി അല്ലേ. BEd ഡിഗ്രി ഫ്രം NCTE റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിലും എത്ര 50% മാർക്ക് നിർബന്ധമാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇതാണ് നമുക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ. ഇവിടെ സെറ്റിനോ നെറ്റിനോ സീറ്റിന്റെ ആവശ്യം നമുക്ക് ഇവിടെ PGTയിൽ വരുന്നില്ല. ഈ 3000-ഓളം വരുന്ന വേക്കൻസികൾ നിങ്ങൾക്ക് PGയും അതിനോടൊപ്പം BEd ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ MEd ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ അപ്ലൈ. ഓക്കെ അല്ലേ. അല്ലെങ്കിൽ ഇത് അല്ലാന്നുണ്ടെങ്കിൽ കേട്ടോ, നോക്കാം 3 years ഇന്റഗ്രേറ്റഡ് BEd MEd ഉണ്ട് കേട്ടോ. NCTE റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന 3 years ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള BEd MEd കോഴ്സ് ഉണ്ട്. അതുപോലെ അതിന് 50% മാർക്ക് നിർബന്ധമാണ്. അതുപോലെ അല്ലെങ്കിൽ എന്താണ് 4 years 4 വർഷത്തെ ക്വാളിഫിക്കേഷൻ അല്ലെ, ഇന്റഗ്രേറ്റഡ് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 50 മാർക്സ് ഫ്രം NCTE റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ യൂണിവേഴ്സിറ്റി ഇൻക്ലൂഡിംഗ് BEd കമ്പോണന്റ് ഉള്ള എന്താണ് 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. അതുപോലെ എന്താണ് ഇവിടെ എടുത്തു പറഞ്ഞ, നേരത്തെ ആണെങ്കിൽ നമുക്ക് ഹിന്ദി മസ്റ്റായിട്ട് ഒരു പേപ്പറായിട്ട് പഠിക്കണമായിരുന്നു. ഇവിടെ എന്താ, പ്രൊഫഷൻസി ടു ടീച്ച് ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് മീഡിയം, അത് ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത്. എന്താണ്, മസ്റ്റ് അല്ല, ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. എല്ലാവർക്കും ഡിസൈറബിൾ ആണ്. കാരണം ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യപ്പെടും. എവിടെയെന്നറിയാം, എവിടെയാണ് നമ്മുടെ ഈ പറഞ്ഞ ഇന്റർവ്യൂ സമയത്ത് അതൊക്കെ ചെക്ക് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ അടുത്ത TGTയിലേക്ക് പോകും, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ജനറലിന് 35 വയസ്സാണ് കേട്ടോ. അവിടെയും റിലാക്സേഷൻസ് എല്ലാം ഒരുപാടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോക്കടാ, നമുക്ക് ഹിന്ദിക്ക് മൊത്തം എത്ര 13 വേക്കൻസികളാണ് KVകളിൽ TGTക്ക് വേണ്ടി വന്നിട്ടുള്ളത്. അവർ ഇംഗ്ലീഷ് എടുക്കുമ്പോഴത്തേക്ക് 314 വേക്കൻസികളാണ്. സാൻസ്ക്രിറ്റ് എത്ര 529 വേക്കൻസി. സംസ്കൃതം ഉള്ള ആൾക്കാർ വിട്ട് കളയരുത് കേട്ടോ, കൂടെ പിടിച്ചോണം. ഓക്കെ, അതുപോലെ അടുത്തതാണ് സോഷ്യൽ സ്റ്റഡീസ്, എത്ര 327 വേക്കൻസികളുണ്ട്. മാത്തമാറ്റിക്സ് എടുക്കുമ്പോഴത്തേക്ക് എത്ര മക്കളെ 413 വേക്കൻസി ഉണ്ട്. അതുപോലെ സയൻസ് എടുക്കുമ്പോൾ 177 വേക്കൻസികൾ. ഫിസിക്കൽ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ 144 വേക്കൻസികൾ. ആർട്ട് എഡ്യൂക്കേഷൻ 134. വർക്ക് എക്സ്പീരിയൻസ് 250. അതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റഡ് TGT എത്ര 493 വേക്കൻസികൾ. അങ്ങനെ മൊത്തം എല്ലാം കൂടി 2794 വേക്കൻസികളാണ്. എന്തിനാ TGT ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്. ഇവിടെ നമുക്ക് സീറ്റിട്ട് ആവശ്യമാണ്, TGTക്ക് ആവശ്യമാണ്, PGTക്ക് സീറ്റിന്റെ നിർബന്ധം ഇല്ല. മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ക്വാളിഫിക്കേഷൻ പറഞ്ഞുതരാം. ഇനി ജവഹർ നവോദയ വിദ്യാലയത്തിൽ എത്ര നോക്കാം. ഹിന്ദിക്ക് 251 വേക്കൻസികൾ, ഇംഗ്ലീഷിന് 281 വേക്കൻസികൾ. അതുപോലെ സോഷ്യൽ സ്റ്റഡീസ് എടുക്കുമ്പോഴത്തേക്ക് എത്രടാ 157 വേക്കൻസികൾ. മാത്സ് എടുക്കുമ്പോഴത്തേക്ക് 293 വേക്കൻസികൾ. അതുപോലെ സയൻസ് എടുക്കുമ്പോഴത്തേക്ക് 208 വേക്കൻസികൾ. TGT ഫിസിക്കൽ എഡ്യൂക്കേഷൻ 124 വേക്കൻസികൾ. അതുപോലെ TGT ആർട്ട് എടുക്കുമ്പോഴത്തേക്കും 144 വേക്കൻസികൾ. കമ്പ്യൂട്ടർ സയൻസ് വിട്ടുകളയില്ല 653 വേക്കൻസി. കമ്പ്യൂട്ടർ സയൻസ് TGT വിട്ടുകളയില്ല, പക്ഷേ സീറ്റ് വേണം കേട്ടോ. അതുപോലെ എന്താണ് TGT മ്യൂസിക് എടുക്കുമ്പോഴത്തേക്കും 124 വേക്കൻസികൾ. ലൈബ്രറി എടുക്കുമ്പോഴത്തേക്കും എത്ര 134 വേക്കൻസികൾ. ഇനി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എത്ര 495. അങ്ങനെ മൊത്തം 2978 വേക്കൻസികൾ. ടീച്ചിങ് വേക്കൻസികൾ മാത്രം എടുക്കുമ്പോഴത്തേക്കും ഒരു 9000 അടുപ്പിച്ച് വേക്കൻസികളുണ്ട്, 8000 മുകളിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഇറങ്ങി നിൽക്കുക, പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ടെസ്റ്റ് ഏതാണ് മക്കളെ, ടയർ 1 സിലബസ് ഞാൻ പറഞ്ഞുതരാം.
ഓക്കെ. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ TGT എടുക്കുമ്പോഴത്തേക്ക് എത്ര ഏജ് ലിമിറ്റ് 35 വയസ്സ് വരെയാണ്. എത്രയാണ്? 35 വയസ്സ് വരെയാണ്. അപ്പോൾ എടുത്തു പറയുക, ഈ 35 വയസ്സ് പ്ലസ് വനിതകളാണെങ്കിൽ നിങ്ങൾ ഓപ്പൺ കാറ്റഗറി ഏത് കാറ്റഗറി ആയിക്കോട്ടെ, വനിതകൾക്ക് 35 പ്ലസ് 10 45 വയസ്സ് വരെ അപേക്ഷ കൊടുക്കാം TGTക്ക്. PGT എടുക്കുമ്പോഴത്തേക്ക് എത്ര? 40 പ്ലസ് 50. PGTയുടെ ഏജ് ലിമിറ്റ് അപ്പർ ഏജ് ലിമിറ്റ് 40 വയസ്സാണ്. PGT എടുക്കുമ്പോഴത്തേക്കും ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ സ്പെഷ്യലി നമുക്ക് എത്ര? 40 പ്ലസ് 10 50. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേന്ദ്രീയ വിദ്യാലയമില്ല, കേന്ദ്രീയ വിദ്യാലയം നവോദയ എന്ന് പറയാൻ റെസിഡൻഷ്യൽ സ്കൂളാണ്. നമുക്ക് അവിടെ പോയി താമസിച്ച് നിന്ന് പഠിച്ചാലേ പറ്റുള്ളൂ കുട്ടിയൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ അല്ലെങ്കിൽ കുട്ടികളെ ശ്രദ്ധിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ആൾ ആവശ്യമാണല്ലേ, ജെൻസും ആവശ്യമാണ്, അതുപോലെ ലേഡീസും ആവശ്യമാണ് ഉറപ്പായിട്ടും. അപ്പോൾ നമുക്ക് അവിടെ താമസിച്ചാണ് ടീച്ചേഴ്സും പഠിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ നവോദയയുടെ ഒരു കുട്ടികളെ സെലക്ട് ചെയ്യുന്ന പോളിസി വെച്ച് തന്നെ നോക്കുമ്പോഴത്തേക്കും അവിടെ 1:3 കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും 3 പെൺകുട്ടികൾ വരുമ്പോഴത്തേക്കും ഒരു ആൺകുട്ടി അവിടെ സെലക്ട് ആവുക. അപ്പോൾ ആ ഒരു അനുപാതം നമുക്ക് നിലനിർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ലേഡീസിന് ഇതുപോലുള്ള വലിയ ഏജ് റിലാക്സേഷൻ എല്ലാം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോളാം. അപ്പോൾ അല്ലാണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് റിസർവേഷൻ ഒന്നും ഇല്ല ലേഡീസിന്. ഈ ഒരു ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ CTET എവിടെ ആവശ്യമാണ് മക്കളെ? TGTക്ക് CTET ആവശ്യമാണ്, മറന്നു പോകില്ല. അപ്പോൾ ഏജ് റിലാക്സേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ലൈഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിന് എത്ര നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്? 5 വർഷം കൂടുതൽ കിട്ടും. അതുപോലെ OBCക്ക് നോൺ ക്രീമി ലെയർ ആണെന്നുണ്ടെങ്കിൽ മാത്രം 3 വർഷം കിട്ടും. അതുപോലെ തന്നെ വുമൺ ആൾ കാറ്റഗറി കണ്ടോ, അതായത് PGTക്കോ TGTക്കോ ആണ്, അല്ലെങ്കിൽ ലൈബ്രറിനോ ഓർ PRT പ്രൈമറി ടീച്ചേഴ്സാണ്, പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ്. അത് ഒത്തിരി വേക്കൻസി വരുന്നതാണ് പ്രൈമറി സ്കൂൾ ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർക്ക് ലേഡീസിന് ഏത് കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ എടുത്ത് പറയുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് എന്താണ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ, എന്താണ് SC ST ആവട്ടെ, അതുപോലെ OBC നോൺ ക്രീമിനൽ ആവട്ടെ, ജനറൽ ആവട്ടെ. അപ്പോൾ SC ST 15 വർഷം, അതായത് നിങ്ങൾ എന്താണ്, നിങ്ങൾ SC ST ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾക്ക് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉണ്ടെന്ന് വെച്ചോ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെന്നുണ്ടെങ്കിൽ 15 വർഷം എക്സ്ട്രാ നമുക്ക് റിലാക്സേഷൻ വരും. OBC ആണെന്നുണ്ടെങ്കിൽ 13 വർഷം, അതേസമയം ജനറൽ ആണെങ്കിൽ 10 വർഷമാണ് നിങ്ങൾക്ക് എന്ത് വരിക? റിലാക്സേഷൻ വരിക കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് പരീക്ഷയുടെ ഒരു പാറ്റേൺ നോക്കാൻ പോകുന്നത് ടയർ 1 ആൻഡ് ടയർ 2. എടാ ഇതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾ ടയർ 1 വേണ്ടി പഠിച്ച് തുടങ്ങിയേ പറ്റൂ കേട്ടോ. ഒരു ദിവസം പോലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല, കാരണം സമയം വളരെ കുറവായിരിക്കും. മിക്കവാറും ഫെബ്രുവരിയിൽ പരീക്ഷ കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ നോക്കാം. ജനറൽ റീസണിംഗ് ആണ് ഫസ്റ്റ് 20 ചോദ്യങ്ങളാണ് വരുന്നത് കേട്ടോ. ഒരു ചോദ്യത്തിന് 3 മാർക്ക് വീതമാണ്, 3 മാർക്ക് വീതം. മൈനസ് മാർക്കെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട് ടയർ 1 ടയർ 2 ആയിട്ട്. അപ്പോൾ 20 ചോദ്യങ്ങൾ ചോദിക്കും, 60 മാർക്കാണ് കിട്ടാം. ഓക്കെ. അതുപോലെ അടുത്തെന്താണ്? ന്യൂമറിക് എബിലിറ്റി എടുക്കുമ്പോഴത്തേക്ക് എന്താണ്? 20 ചോദ്യങ്ങളാണ്, അതും 60 മാർക്കാണ് വരിക. അടുത്ത എന്താണ്? ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസി. നമ്മുടെ IT തന്നെയാണ് മെയിൻ ആയിട്ടുള്ള സാധനം. നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് സാധനങ്ങൾ, അതുപോലെ ഇമെയിൽ, അങ്ങനെയുള്ള എല്ലാ നമ്മുടെ മൊഡ്യൂൾസും അതിനകത്ത് വരും. 20 ചോദ്യങ്ങൾ 60 മാർക്കാണ്. അതുപോലെ GK ജനറൽ നോളജ് 20 ചോദ്യങ്ങൾ 60 മാർക്കാണ്. അതുപോലെ ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ്, അതെ ഇംഗ്ലീഷ്, ശ്രദ്ധിക്കുക മക്കളെ, ഇംഗ്ലീഷിന് 10 ചോദ്യങ്ങളാണ് 30 മാർക്ക്. നേരത്തെ നമുക്ക് ഇവിടെ എന്താണ്? ഹിന്ദിയുടെ വിഷയം ഉണ്ടായിരുന്നു, ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ എന്താണ്? ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ് 1 അതർ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? മലയാളം ചൂസ് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, മലയാളം നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ, ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴാണ് സെലക്ട് ചെയ്യേണ്ടത്. ആ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് ഒരിക്കലും എടുത്ത് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുകയില്ല. ഓരോ ക്വസ്റ്റിനും 3 മാർക്ക് വീതമാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അതായത് 1 മാർക്ക് വെച്ചാണ് നെഗറ്റീവ് പോകുന്നത്. ഒരു ക്വസ്റ്റിന് 3 മാർക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റും. പോയിന്റിന്റെ വ്യത്യാസം വരാതെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും അല്ലേ. അതുപോലെ 1:10 ആണ് സെലക്ഷൻ മെത്തേഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര മൊത്തത്തിൽ നമുക്കിപ്പോൾ PGT എത്ര പേരെ ഉണ്ട്? PGT നമുക്കൊരു 3000 പേരൊക്കെ വരുന്നത് അല്ലേ. ആ 3000 പേര് വരികയാണെന്നുണ്ടെങ്കിൽ എത്ര? അതിൻ്റെ 10 ടൈംസ് 30,000 പേര് നമുക്ക് എന്ത് വരും? നമ്മുടെ ഫസ്റ്റ് ഈ ടയർ 1 പരീക്ഷ പാസ്സായി വരുന്നതാണ്. ഒരു വേക്കൻസിക്ക് 10 പേരെ വെച്ച് പാസ്സാക്കും. അങ്ങനെയാണ് പാസ്സായി വരിക. അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. നിങ്ങളത് എടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം 1:10 അല്ലെ, 1:10 എന്നുള്ള രീതിയാണ്. പിന്നെ 1:3 കേട്ടോ. ടയർ 1 എക്സാമിനേഷൻ്റെ സമയം ഞാൻ പറഞ്ഞു 2.5 മണിക്കൂറുണ്ട് കേട്ടോ. ഈ 300 ക്വസ്റ്റ്യൻസ്, 300 മാർക്കിന് 100 ക്വസ്റ്റ്യൻ 2.5 മണിക്കൂറുണ്ട്. ഇവിടെ എത്ര വരുന്നത്? ഇവിടെ 2 മണിക്കൂർ, കൃത്യം 120 മിനിറ്റാണ് നമുക്കിവിടെ കിട്ടുക കേട്ടോ. ടയർ 2 പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിന് ഡീറ്റെയിൽഡ് സിലബസ് വെബ്സൈറ്റിൽ പിന്നെ പ്രസിദ്ധീകരിക്കും. അവിടെ നോക്കാം എത്ര വരുന്നത്. 60 ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളും അതുപോലെ 10 ഡെസ്ക്രിപ്റ്റീവ് ചോദ്യങ്ങളും. അപ്പോഴത്തേക്കും മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 60 എണ്ണത്തിന് ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ് കേട്ടോ. അതായത് ഒബ്ജക്റ്റീവിന് 1 മാർക്ക് വീതവും ഡെസ്ക്രിപ്റ്റീവിന് ഓരോന്നിനും 4 മാർക്ക് വീതവും. അങ്ങനെ മൊത്തം 100 മാർക്കിന്റെ പരീക്ഷയാണ് ടയർ 2 എക്സാമിനേഷൻ നടത്തുക. അപ്പോൾ നമുക്ക് ടയർ 2 പ്രധാന എക്കണോമിക്സിനും കോമേഴ്സിനുമാണ് നമുക്കിവിടെ കോച്ചിങ് ഉണ്ടാവുക കേട്ടോ. ബാക്കി എല്ലാത്തിനും ടയർ 1 നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടയർ 1 എല്ലാ
കാറ്റഗറി ഉള്ള ആൾക്കാർക്കും വരാം കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ടയർ 1 പാസ്സാക്കി എടുക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾക്ക് നമുക്ക് ഉറപ്പായും വെബിനാറിൽ നേരിട്ട് സംബന്ധിക്കാം കേട്ടോ. നമ്മൾ വെബിനാറിൽ കണ്ട് പരിചയപ്പെട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ സാഹചര്യം അഡ്മിഷൻ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അതിൽ പങ്കെടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിൽ കൃത്യമായിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ നിങ്ങളുടെ പേരും സ്ഥലവും അതുപോലെ KV നവോദയ എന്നുള്ള ചേർത്ത് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി, നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് വരും. അതിനനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ്സ് തരും കേട്ടോ. ഓക്കെ, അതുപോലെ മൈനസ് മാർക്ക് എടുക്കുമ്പോൾ 4-1 ഇവിടെ മൈനസ് മാർക്ക് വരുന്നത്. അതായത് ഒബ്ജക്റ്റീവിന് എന്തുണ്ട്, മൈനസ് മാർക്ക് ഉണ്ട് കേട്ടോ. മൈനസ് മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര, 4-1 4 മാർക്കാണ് പോകുന്നത്. നമുക്ക് കേരള PSC വരുമ്പോഴത്തേക്ക് കാൽക്കുലേറ്റ് റിസ്ക് നമുക്ക് എടുക്കും എന്ന് പറയുന്നു. ഇവിടെ നിന്ന് കുറച്ചും കൂടെ കാൽക്കുലേറ്റ് റിസ്ക് എടുക്കാം. കാര്യം എന്താ, 4-1 മാത്രമേ പോകുന്നു. അതായത് നിങ്ങൾ 5 എണ്ണം റിസ്ക് എടുത്ത് എഴുതിയെന്ന് വെച്ചോ, 5 എണ്ണം റിസ്ക് എടുത്ത് എഴുതുമ്പോഴത്തേക്കും നമുക്ക് അത് 1 എണ്ണം മാത്രം ശരിയായി, 5 എണ്ണം റിസ്ക് എടുത്ത് എഴുതിയ 1 എണ്ണം ശരിയായി, 4 എണ്ണം തെറ്റിപ്പോയി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെറ്റ് റിസൾട്ടിനെ അത് ബാധിക്കില്ല. മനസ്സിലായില്ലേ? അതായത് 2 എണ്ണം ശരിയായി 3 എണ്ണം തെറ്റിയാലും കുഴപ്പമില്ല, നമുക്ക് ലാഭമേ വരത്തുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വയ്ക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഉറപ്പായി ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇന്റർവ്യൂയുടെ മാർക്ക് എന്ന് പറയുമ്പോൾ 100 മാർക്കാണ്. 100 മാർക്കാണ് ഇന്റർവ്യൂ വരിക. 100 മാർക്കിന് പരീക്ഷ, 100 മാർക്ക് ഇന്റർവ്യൂ. അപ്പോൾ അത് ഭയങ്കര ഡെട്രിമെന്റൽ ആയി പോകും. അപ്പോൾ അതിന് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന മാർക്കിന് എന്താക്കി മാറ്റും, 15 ആക്കി 15% കണക്കിലേക്ക് മാറ്റും. അതുപോലെ നമ്മൾ റിട്ടേൺ ടെസ്റ്റിൽ കിട്ടുന്നതിന് നമുക്ക് 85 ആക്കി മാറ്റാം. 85 15 100 ആയില്ലേ. അങ്ങനെ 100 മാർക്ക് കണക്കാക്കിയിട്ടാണ് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വളരെ രസകരമായിട്ടുള്ള പുതിയൊരു പാറ്റേണുമായിട്ടാണ് നമ്മുടെ KVയും അതുപോലെ ജവഹർ നവോദയ വിദ്യാലയവും വരുന്നത്. സർക്കാർ ജീവനക്കാരെന്ന് പറയുമ്പോഴത്തേക്കും, എസ്പെഷ്യലി കേന്ദ്ര സർക്കാർ ജീവനക്കാരെന്ന് പറയുമ്പോൾ എന്താ ഗുണം, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന DA ആദ്യം കിട്ടുന്ന ആർക്കാ, നമുക്കാ കിട്ടുന്നത് അല്ലേ. അതായത് കേന്ദ്ര സർക്കാർ ജീവനക്കാരെ കിട്ടുന്നത്. ഇപ്പോൾ ഏകദേശം 58% DA ഉണ്ട്. അതായത് നമുക്ക് ഈ അടിസ്ഥാന ശമ്പളത്തിന്റെ 58% DA എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സാലറി സ്കെയിലാണ്. ആ സാലറി സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം 1.5 ലക്ഷം രൂപ വരെയാണ് നമ്മൾ ബേസിക് പേ പോകുന്നത് കേട്ടോ. അതായത് 47,000 തൊട്ട്, അതായത് നമുക്ക് പേ ലെവൽ 8 ആണ് വരുന്നത്. പേ ലെവൽ 8 ആണ് വരുന്നത്. അപ്പോൾ 47,000 സംതിങ് തൊട്ട് നമുക്ക് 1 ലക്ഷം വരെ പോകുന്നുണ്ട്. അതുപോലെ നമ്മൾ PGT, അത് PGT വന്നത്, TGT ആകുമ്പോൾ 44 സംതിങ് തൊട്ട് ഏകദേശം 1,44,000 സംതിങ് വരെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു സാലറി സ്കെയിലും പോകുന്നത്. അപ്പോൾ ഒരു കിടിലം സാലറി സ്കെയിലാണ്. അപ്പോൾ ഈ സാലറി സ്കെയിലിന് ബേസിക് മാത്രമല്ല വരുന്നത്, അല്ലെ, ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് DA എല്ലാം ആടായി വരും. അപ്പോൾ ഇതിൻ്റെ ഏകദേശം 58% എക്സ്ട്രാ ബെനിഫിറ്റും കൂടെ ചേർത്തിട്ടാണ് വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഈ 47,000 രൂപ നമുക്ക് ബേസിക് പേ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 58% പക്ഷേ 60% കൂട്ടും, അതും കൂടെ ആഡായാണ് നമ്മുടെ DA വരുന്നത്. പിന്നെ ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള അലവൻസുകളും എല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്കും എങ്ങനെ നോക്കിയാലും ഒരു 75,000-ഓളം വരുന്ന ഗ്രോസ് പേ ആയിരിക്കും നമുക്ക് ആദ്യ മാസം ഡ്രോ ചെയ്യാൻ പറ്റുക. സോ ഡ്രീം ബിഗ്, വലുതായിട്ടാണ് ഡ്രീം ചെയ്യുക. ഡ്രീം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ സൈക്കോളജിക്കൽ പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് എല്ലാം കോർത്തിണക്കൊണ്ടുള്ള സൗജന്യ വെബിനാറിൽ നമുക്ക് നേരിട്ട് സംവദിക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസ നേരുകയാണ്. താങ്ക് യു.